അവസാനം വസിയത്ത് എഴുതി വെക്ക. എന്ത്? ഞാൻ ഈ ചൊന്നെ സാരം ഓർത്തനിക്കുൾ അജലിതന്നൂരത്തെ ചുൽത്തി നിൽക്കുന്നാളരോട് ഞാനിതിൽ മാരിത്തേ. അവസാനം രോഗമായപ്പോൾ എല്ലാ ദിവസവും ദ്വാരക്കാൻ പറഞ്ഞേക്കും, എന്നും ദ്വാ ചെയ്യും. ഒരു ദിവസം ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ മഹദി പറഞ്ഞു, ഇനി അള്ളാന്റെ ലിഖാ ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അന്ന് ഷാഫി മാമ മരിച്ചു, റളിയല്ലാഹു അൻഹു. അന്ന് മരിച്ചു. ആളുകൾ മടങ്ങി വന്നു, ഇങ്ങനെയാണ് ദ്വാ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതിൽ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ആര്? ഇമാമിനെ ഷാഫി. ഇനി കേട്ടോളൂ. എന്നു വരുകിൽ ബിവിയാളെ കൊണ്ടനൈമയിത്തേ എണമാൽ തോളുടിടിക്ക വേണമെൻ എണമാൽ തൊളുടിടിക്ക വേണമെന്നു വസിയത്തേ. ഞാൻ മരിക്കുകയാണെങ്കിൽ ഇന്റെ മയ്യത്ത് മഹദിയെ കൊണ്ടും കൂടെ നിസ്കരിപ്പിക്കണം എന്ന് വസിയത്ത് ചെയ്തു മഹാനായ ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. ചിന്തിക്കാൻ വേണ്ടി, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ ചെല്ലുന്നത്. ചാറ്റിയെ പിൻ തങ്ങളും ആ രോഗമിൽ മാരിത്തേ ചായലർജനാസയേബി തന്നിലെ ആണയിത്തേ. ബഹുമാനപ്പെട്ട മഹദിയുടെ ജനാസ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിച്ചു. ഷാഫി ഇമാമിന്റെ ജനാസ ഉറ്റബിമൗമുമദായി തങ്ങളിൽ സ്വലാത്തെ ഒരു മയിൽ കാഴിത്ത് ദുആ നേശമിൽ കാദിത്തെ ഏറ്റമിൽ കാറമത്തും നൽ കെളിയും പേരുത്തേ ഈ ബിവിയറിള പരേനെ ഏകനിൽ സാദത്തെ. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ജനാസ മഹദിയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. മഹദി മൗമൂമത്തായിട്ട് നിസ്കരിച്ചു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ബുദ്ധിയുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ കഴിയും എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഹിജ്റ 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വഫാത്താവാണ് ആര്? മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു.